കൊക്കക്കോള പണ്ട് മയക്കുമരുന്നായിട്ടാണ് ഉപയോഗിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, കൊക്കക്കോള ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കുടിക്കുന്ന, സെക്കൻഡിൽ 10,000-കണക്കിന് കുപ്പികൾ വിറ്റഴിക്കുന്ന കൊക്കക്കോളയുടെ ആ ചരിത്രം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. കൊക്കക്കോളയുടെ ജനനം സോഫ്റ്റ് ഡ്രിങ്ക് ആയിട്ടല്ല, മറിച്ചൊരു ജീവൻ മരണ പോരാട്ടത്തിന്റെ ഭാഗമായി ജനിച്ചവനാണ് കൊക്കക്കോള. ജോൺ പെമ്പർട്ടൺ 1886-ൽ ഫാർമസിസ്റ്റ് ആയിരുന്നപ്പോൾ വികസിപ്പിച്ചെടുത്തതാണ് ഈ പാനീയം. അമേരിക്കൻ ആഭ്യന്തര യുദ്ധത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പെമ്പർട്ടൺ വേദന സംഹാരിയായി ഉപയോഗിച്ചിരുന്ന മോർഫിൻ എന്ന മയക്കുമരുന്നിന് അടിമയായി. ആ മാരകമായ അഡിക്ഷനിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹം കണ്ടെത്തിയ മരുന്നായിരുന്നു കൊക്കക്കോള. കൊക്കക്കോളയുടെ രുചി അദ്ദേഹത്തെ മയക്കി. കൊക്കക്കോളയുടെ പേരിൽ തന്നെ അതിന്റെ ലഹരി ഒളിഞ്ഞിരിപ്പുണ്ട്. കൊക്കൈൻ ഉൽപ്പാദിപ്പിക്കുന്ന കൊക്ക ഇലകളായിരുന്നു ഇതിന്റെ പ്രധാന ഇൻഗ്രീഡിയന്റ്. അക്കാലത്ത് ഒരു ഗ്ലാസ് കൊക്കക്കോളയിൽ ഏകദേശം 9 മില്ലിഗ്രാം കൊക്കൈൻ അടങ്ങിയിരുന്നു. പിന്നെയുള്ളത് കോള, നട്ട്സ് എന്നിവ ചേർന്ന് വരുന്ന മിക്സ് ആണ്. അന്നത്തെ കൊക്കക്കോള ഒരു ഗ്ലാസ് കുടിച്ചാൽ ഇന്നത്തെ പോലെ വെറുമൊരു ഉന്മേഷമല്ല ഉണ്ടാവുക, മറിച്ച് വല്ലാത്തൊരു ലഹരിയിലേക്ക് നിങ്ങൾ വീണു പോകുമായിരുന്നു. വൈനിന് പകരക്കാരനായിട്ടാണ് ജോൺ പെമ്പർട്ടൺ ഫ്രഞ്ച് വൈൻ കൊക്ക എന്നൊരു പാനീയം ഉണ്ടാക്കിയത്. എന്നാൽ ആൽക്കഹോൾ നിരോധിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം വൈനിന് പകരം പഞ്ചസാര ലായനിയിൽ അതുണ്ടാക്കി. അങ്ങനെയാണ് ഇന്നത്തെ കൊക്കക്കോളയുടെ ജനനം.